സോ ഹലോ ഗായ്സ്, ഞങ്ങൾക്ക് ഒരു ചെറിയ ലോങ് ഗോൾഫൊക്കെ കളിക്കാൻ ഗൈസാണ്. നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ലോങ് ഗോൾഫൊക്കെ അങ്ങനെ ലാഗ് ഗൈസ്, അതാണ് പ്രശ്നം. നമുക്ക് വലിയ പ്രശ്നം ലാഗ്. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ ചെറുതായിട്ടൊന്ന് M8 ഒന്ന് മാറ്റി പിടിക്കാൻ നമുക്ക് M5 വേണ്ടി എടുക്കാം. നമുക്ക് എന്തായാലും ഈ കളി ജയിച്ചേ പറ്റില്ല. ജയിച്ച് നമ്മൾ അവന്മാരെ എടുക്കുന്നത്, അവന്മാരെല്ലാം അവനെയും കളിക്കണം. ഇമോട്ട് ഇടുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇമോട്ട് ഇടുന്നെന്ന് തോന്നുന്നു കേട്ടോ. തോന്നുന്നു ഇമോട്ട് ഇടുന്നെന്ന്. ഹലോ ഹലോ ഗായ്സ്, കേൾക്കാമോ? ഹലോ ഗായ്സ്. യെസ് ഓക്കെ, നമുക്ക് എന്തായാലും മനസ്സൊന്ന് അവൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഗായ്സ്. അവൻ കണ്ടായിരുന്നു. അവൻ അവിടെയാ, ആ മണ്ടയിൽ. അങ്ങനെ ലാഗ് ഉണ്ട് കേട്ടോ. അതാണ് ആകെ പ്രശ്നം. ശരി, അവൻ ഇമോട്ട് അടിക്കുന്നതെന്ന് തോന്നുന്നു ഗൈസ്. അനങ്ങാതിരിക്കുന്നു, ഇമോട്ട് അടിക്കുകയായിരിക്കും ഗൈസ്. ഓ, ഉപ്പക്കറ മാഗുവാ. ഓക്കെ, നമുക്ക് മാഗ് വെച്ച് കുത്തി പിടിച്ചും കൊല്ലാം ഗൈസ്. കുത്തി പിടിക്കാം. അയ്യോ, ഇപ്പൊ ചത്തേനെ. ഞാൻ ഒരു വെടി വെച്ചിട്ട് റീലോഡ് ഇമോട്ട് ഇടയാണെന്ന് തോന്നുന്നു ഗൈസ്. കുറേ നേരമായിട്ട് ഇമോട്ട് ഇടയാണെന്ന് തോന്നുന്നു ഗൈസ്. എങ്ങനെയെങ്കിലും ഞാൻ ഇവനെ എന്തായാലും ഫ്രണ്ടാക്കിയിട്ട് ഒരു ഇതിനെ വിളിക്കും ഗൈസ്. ഒരു റൂമിന് വിളിച്ച് ഈ കളി ഞാൻ തോറ്റ. അവൻ കുറേ വെട്ടുമായി ഗൈസ് ഇമോട്ട് ഇടുന്ന. അവൻ കൊന്ന് ഗൈസ്. ഇട്ട് വന്ന് തോന്നുന്നു ഗൈസ്. എങ്ങനെങ്കിലും ഞാൻ എടുക്കും ഗൈസ്. റൗണ്ട് എടുത്തിരിക്കും. ഡോസോട്ട് വെച്ച് കുത്തി പിടിച്ചു. കേരളത്തിൽ അടിക്കാം. ഇവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെ കാത്തിരിക്കാം. എവിടെ ഒരടി കയറുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. അവൻ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നും കയറുന്നില്ല ഗൈസ്. ചെറിയ ലോങ്ങാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ഗൈസ്. നമുക്ക് അവനെ റിക്വസ്റ്റ് ഇടാം ഗൈസ്, ഫ്രണ്ട്. ഓക്കെ, അവൻ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അവനെ വിളിക്കാം. അവൻ്റെ പേര് ഫാൻ ബോയ് എന്നാണ്. ഓക്കെ, അവൻ്റെ പേര് ഫാൻ ബോയ്. അവൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ 1v1 വരുന്നോന്ന് ചോദിക്കാം. മലയാളിയാണെന്ന് തോന്നുന്നു. മലയാളിയാണോ എന്ന് ഫസ്റ്റ് ചോദിക്കാം ഗൈസ്. മലയാളിയാണോ എന്ന് ചോദിക്കാം. മലയാളി
ഗൈസ് ലാഗ് അടിക്കുന്നു. അയ്യോ മലയാളിയാണോ എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. തിരിച്ച് മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. അയക്കാൻ മറന്നൂടെ. എന്താ മെസ്സേജ് ഒന്നും അയക്കാത്ത? എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇത്തിരി നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഇവനെന്താണ് മെസ്സേജ് അയക്കാത്തത്? എന്ത് കുറേ നേരമല്ല മെസ്സേജ് അയക്കാതിരിക്കുന്നു. എന്താന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ മെസ്സേജ് മലയാളി അല്ലായിരിക്കും, അതായിരിക്കും. അയക്കുമെന്ന് നോക്കാം, ആയിരിക്കറിയാം. ചിലപ്പോൾ മലയാളി അല്ലായിരിക്കും, അതായിരിക്കും. അതായിരിക്കും. അപ്പോൾ നമുക്ക് ജിമ്മിൽ ഇറങ്ങാം. മലയാളി അല്ലായിരിക്കാം അല്ലേ? ഓക്കെ. അപ്പം അതേ നൂബി പന്നി നൂബി ഗൈസ്. ഇവ എൻ്റെ 1v1 വിളിക്കുന്നത് ഗൈസ്. അപ്പം തിരിച്ച് കൊടുക്കണ്ടേ നമ്മൾ അങ്ങോട്ട് വിളിക്കാം എന്ന സാധനം ഇവൻ ഇങ്ങോട്ട് വിളിച്ചു. എന്നാലും കൊടുക്കണ്ടേ? കൊടുക്കണം ഗൈസ്, കൊടുക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും കസ്റ്റമർ തുടങ്ങിയേക്കാം. ഇവനിക്ക് അത്രയ്ക്ക് ഇതല്ലേ, അപ്പം നമുക്കങ്ങ് തുടങ്ങാം. കുറേ നേരമാണ്. ഓക്കെ, റൂം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. റൂം ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ. അപ്പം നമുക്ക് കളിയും സ്റ്റാർട്ട് ചെയ്യാം. ഇവനിക്ക് ഇത്തിരി കൂടുതലാണ്, അപ്പം തോപ്പിച്ചേ അറിയുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ തോക്കൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നിർത്തി കളിക്കുന്നു. കാരണം ഗൈസ് അത്രയ്ക്ക് മിനിറ്റ് എന്ന് വയ്ക്കാൻ വയ്യ ഗൈസ്. ഇത് കുറേ നേരം എടുക്കും അപ്ലോഡ് ആവാം, അതാണ് പ്രശ്നം. അയ്യോ ഗൈസ് ലാഗ് അടിക്കുന്നേ. ഓ ഗൈസ് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഓ ലാഗ് ഇത് ഇവിടെ എനിക്ക് തോപ്പിച്ചാണ്. ഓ പോയി. ഓ ഇതെന്ത് ലാഗാണ്. എനിക്ക് ഒട്ടും കളിക്കാൻ പറ്റുന്നില്ല. എനിക്കെന്തായാലും മാക്സിമം കളിക്കാൻ പറ്റും. ലാഗ് വരല്ലേ, എനിക്കതിനെ തോപ്പിക്കണം. നമുക്ക് ആ സൈഡിൽ കൂടെ പോവാം. അവിടെയാണ് റൈസ് സ്റ്റാർക്ക്. അവൻ അവിടെ തന്നെയുണ്ട്. അവൻ അവിടെ തന്നെ. ഓക്കെ, അവനെയൊക്കെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി ലാഗ് കാണല്ലേ, ഭയങ്കര ലാഗാണ്. അപ്പം കളി തുടങ്ങിയിട്ട് അങ്ങനെ തുടങ്ങുമ്പോൾ ഞാൻ വിളിക്കാം. ഞാൻ ഓണാക്കാൻ മറന്നുപോയി ഗൈസ്. ഹാക്കർ ഗൈസ്, മതിലിൻ്റെ അകത്തൂടെ അടിക്കുന്ന ഫാൻ പോയി. യെസ് ഗൈസ്, യെസ്. ഇനി അടുത്ത കളി തുടങ്ങുമ്പോൾ വിളിക്കാം. യെസ്, കളി തുടങ്ങി. ഇനി നമുക്ക് കയറി അവനെ അടിച്ചിടാം. AW പവർ ഓഫ് AW. അവനെവിടെ ആയിരിക്കറിയാം. കണ്ട് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ബാക്കിലാ ഗ്ലൂവാളിട്ട്. യെസ് ഗൈസ്, പവർ. ഇനി അടുത്ത കളി തുടങ്ങുമ്പോൾ ഓക്കെ. നമുക്ക് ഈ കളി എടുക്കണം. അങ്ങനെ 8 റൗണ്ട്. ഇനി ബാക്കി എത്ര റൗണ്ട് കിടക്കും? അങ്ങനെ എടുക്കണം എല്ലാ റൗണ്ടും. ഇതുവഴി ഇപ്പം കറങ്ങി പോവാ ഗൈസ്. അവൻ എവിടെയാണെന്ന് പോലും അറിയാതെ നമ്മളിവിടെ ഓടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. കറങ്ങി വന്നു ഗൈസ്. യെസ്. അവനെ അടിച്ച് കൊന്ന് നമ്മൾ പപ്പടമാക്കി. ഇനി അടുത്ത കളി തുടങ്ങും. ഓക്കെ, കളി തുടങ്ങിയിട്ടുണ്ട്. കയറിച്ചെന്ന് അവൻ്റെ തലയും എടുക്കാൻ ഗൈസ്. ഏതവനാണെങ്കിലും ഏത് ഫാൻ ബോയ് ആണെങ്കിലും എംടം വെച്ച് കുത്തിപ്പിടിച്ച് ഗൈസ്. എന്ത് കളിയാണ് ഗൈസ്. ഇത്രയും നേരം AW കൊണ്ട് കളിച്ചവനായിരുന്നു. ഇനി അടുത്ത കളി ഇടും. ഓക്കെ,
ഓ നല്ല ലാഗാണ്. അവൻ M10 എടുത്തോണ്ട് നമ്മൾ UMP എടുത്ത് ഗൈസ്. അത്രയ്ക്കായി ഗൈസ്. ഇവൻ ഇവിടെ ഗ്ലൂവാളിടുന്ന ഞാൻ നിന്റെ ബാക്കില്ലേ. ഇവൻ എന്താണ് ഗൈസ്, ഇവനെനിക്ക് കണ്ണ് കണ്ടുകൂടി. ആരിക്കറിയാം, ചിലപ്പോൾ ശരിക്കും എനിക്ക് കണ്ണ് കണ്ടുകൂടെ ആയിരിക്കും. അടുത്തിരുന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയായിരിക്കും. യെസ്, നല്ല ഡാമും കാര്യങ്ങളൊക്കെ. അവൻ നൈറി ഉപയോഗിക്കുന്ന കാര്യം പവർ ഓഫ് നൈറി ആണ് അവൻ ഉപയോഗിക്കുന്നത്. പവർ ഓഫ് നൈറി. ബട്ട് ഐ എം UMP. ഓക്കെ, ഇനി അടുത്ത കളിയിൽ സെറ്റായി. ഓക്കെ, നമുക്ക് ഇനി ഈ കളി അവനെയും കൊല്ലണം ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണം. അതോ അവൻ അവിടെ കൂടെ ഓടിപ്പോയി. ഗ്ലൂ ആളിടുന്നത് കണ്ട് ജസ്റ്റ് മിസ്. അവൻ എവിടെ? ഫാൻ ബോയ് എന്ന് പറഞ്ഞിട്ട് ആര് ഫാൻ എന്ന് പറയണോ നീ? ആരെ ഫാനോ നീ പറയണോ? ആരെ ഫാനറാ നീ? അക്ഷയുടെയാ? ആരാടാ? പറയണോ നീ? ഇവനെ കൊണ്ട് തോപ്പിക്കാൻ പറ്റും ഗൈസ് എന്നെ. കാരണം എന്നെ ലോങ് ഗോൾഫിൽ തോപ്പിച്ചതാണ്. അപ്പോൾ പറ്റുമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത റൗണ്ട് സെറ്റാണ് ഗൈസ്. കയറി ചെന്ന് M590 കൊണ്ട് അടിക്കാൻ ഗൈസ്. 90 കൊണ്ട് തന്നെ അങ്ങ് കൊന്നേക്കാം അല്ലേ? M590 പ്രോ കളിയുന്നേ രണ്ടാവുന്നു ഗൈസ്. അവൻ്റെ ഗ്ലൂ ആളില്ലെന്ന് തോന്നുന്നു. നമുക്ക് എൻ്റെ ഇരിക്കുന്ന ഗ്ലൂ ആളിങ് കൊടുക്കാം. വേടുന്നുണ്ട് വന്നെ എടുത്തോണ്ട് പോകാം. ഗേസ്, ഇനി നമുക്ക് ഫൈറ്റ് ചെയ്യാം. യെസ് ഗൈസ്, എൻ്റെ ഗ്ലൂ ആൾ ഇല്ലാണ്ടിട്ട് പോലും ഞാൻ അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഞാനീ കേസ്. അപ്പം ഇനി അടുത്ത റൗണ്ട് സെറ്റാക്കാം ഗൈസ്. കേരളം ചെന്നെങ്കിൽ അവനെ അങ്ങ് അടിച്ചിടാം ഗൈസ്. ഈ റൗണ്ടും കൂടെ എടുത്താൽ പിന്നെ പ്രതികാരം കഴിഞ്ഞ്. പിന്നെ റോബോ ബോയ് കളിയുടെ ഇടയ്ക്ക് എനിക്ക് റിക്വസ്റ്റ് ഇട്ടായിരുന്നു ഗൈസ്. റയൂസ് റിപ്പബ്ലിക്. അവനെവിടുന്ന് ഗൈസ് അടിക്കുന്ന? ഗൈസ് ആണിങ്ങെടുത്ത് ആ റൗണ്ടിങ് എടുത്ത് ഫാൻ ബോയ് ഗൈസ്. ഫാൻ ബോയ്. അപ്പോൾ അടുത്ത റൗണ്ട് സെറ്റാണ്. ഓക്കെ, നമുക്ക് അവനെയും കൊല്ലാം എന്തായാലും ഈ കളി. ഫാൻ ബോയ് ആരാ? ഫാൻ ബോയ്, നിൻ്റെ ഫാൻ ബോയ്. അവൻ്റെ ഒരു മാക്ടൺ വെച്ച് കുത്തിപ്പിടിക്കുന്നു ഒരു സംശയം. ഓക്കെ, ഇനി നിങ്ങൾ എടുക്കുന്ന തോക്ക് പിന്നെ കണ്ടാൽ മതി. ഓക്കെ കേസ്, ഞാൻ നിങ്ങൾ എടുക്കുന്ന തോക്കെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഞാൻ എടുക്കുന്ന തോക്കെന്നാണ് ഉദ്ദേശിച്ചത്. കണ്ടോ ഗൈസ്? ഇനി ഞാൻ അവനേക്കിട്ട് അവൻ്റെ അണ്ണാക്കി കൊടുക്കാൻ പോകുന്നു ഗൈസ്. അവൻ്റെ അണ്ണാക്ക് ഞാൻ പിച്ചി എടുക്കട്ടെ, പകുതിയോളം ഒന്ന് മുറിക്കാം. എന്നിട്ട് അവൻ്റെ അതിങ്ങ് ഫ്രൈ ചെയ്ത് തിന്നാലോ. എപ്പിടി ഇറുക. നമ്മളിങ്ങെടുത്ത് ഗൈസ് അവനെ. ഓക്കെ, ബൈ ഗൈസ്. പറയാറായിട്ടില്ല. നമ്മൾ നേരത്തെ റോബോ ബോയ് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് അവനെ ഒന്ന് വിളിച്ചിട്ട് നോക്കാം ഗൈസ്, അവനെന്തുവാണ് ചോദിക്കുന്നതെന്ന്. ഇവനെ ഇനി ന്യൂബെന്നൊക്കെ വിളിച്ച് ഇവനെ കൊല്ലണം. ഓക്കെ, അവനിക്ക് മെസ്സേജ് അയച്ച് തന്നെ കൊടുക്കാം ഗൈസ്. മൈക്ക് ഓണാക്കിയാൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. എന്ത് ഗൈസ്? അതെ, അയ്യേ എന്തിനാ നൂബേ? അയ്യേ അവനെ കളിയാക്കി കിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അവനെ വിളിച്ചിട്ട് നമ്മൾ ലീഡറായിട്ട് അവനെ കിക്ക് ചെയ്ത് വിടാം ഗൈസ്. വാടാ, അപ്പോൾ കയറി വാടാ. അവൻ എന്ത് വരാത്തത് ഗൈസ്? അവനെ കിക്ക് ചെയ്ത് വിടണം ഗൈസ്. എനിക്കതിന് തരിപ്പ് കയറിയിരിക്കുകയാണ് ഗൈസ്. കൊടുക്കണം ഗൈസ്, കൊടുക്കണം.
അവൻ ഇറങ്ങിങ്ങ് പോയി ഗൈസ്. അവന് പേടുത്തുണ്ടൻ ഗൈസ്, പേടുത്തുണ്ടൻ. ഗൈസ് അവൻ തിരിച്ച് അവൻ ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ഘടകം അല്ല ഘടകം ഗൈസ് അവനെ കിക്ക് ചെയ്തിട്ട് ആ വയറിങ് നിറഞ്ഞ്. ആ റോബോ ബോയിനെ ഒന്ന് വിളിച്ചു നോക്കാം ഗൈസ്. ആ റോബോ ബോയ് വന്ന് ഗൈസ് ഞാൻ അവൻ്റെ അടുത്തൊന്ന് പറയട്ടെ. ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾക്കൊന്ന് കേട്ടുകൂടാ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നത് കേട്ടുകൂടാ. അങ്ങനെയാണ് ഞാൻ ഉണ്ടല്ലേ ഒരുത്തനായിട്ട്. ഗൈസ് ഞാൻ അവനെ വാട്സപ്പിൽ കൂടെ കോൾ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ അവനായിട്ട് സംസാരിക്കാം. അപ്പം ഞാൻ അവനായിട്ട് സംസാരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വാട്സപ്പിൽ കൂടെ കോൾ ചെയ്യാൻ പോവുകയാണ്. വാട്സപ്പിൽ കൂടെ കോൾ ചെയ്തിട്ട് ഫ്രീ ഫയർ കയറിയിരിക്കുന്നുണ്ട്. അതെന്തെന്നറിയാവോടാ, ഞാനുണ്ടല്ലേ ഒരുത്തനുണ്ടല്ലേ എൻ്റെ അടുത്ത് ലോങ് ഉൾഫ് കളിക്കാൻ വന്നത്. എന്താ ഫാൻ ബോയ് അവൻ. ഞാൻ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തതാ. അവനാണെങ്കിൽ എന്തുവാ എന്നെ കൊന്ന്. എന്നിട്ട് അവൻ എന്നെ ഇമോട്ടിട്ട് എല്ലാ കളിയും അവൻ എന്നെ ജയിച്ചു. എന്നിട്ട് തന്നെ അവൻ മലയാളിയായിരുന്നടാ. അവനാണെങ്കിൽ പറയുന്നത് വാടാ നൂബേ 1v1 ആടാ പന്നി നൂബേന്ന്. അന്നേരത്തേക്ക് ഞാൻ 1v1 പോയിട്ട് അവനെ 7-4 പൊട്ടിച്ചിടും. എന്നിട്ട് എടാ നൂബേ എന്തറാന്നൊക്കെ ചോദിച്ചിട്ട് അവനെ കിക്ക് ചെയ്തിട്ട്. ഈ സമയത്ത് എനിക്ക് റിക്വസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ലടാ. റിവഞ്ച് മൂടി ഇരിക്കുകയായിരുന്നു കേട്ടാ. സോറിടാ. ഓക്കേടാ. ഓക്കെ സെറ്റ്. ഓക്കെ നമ്മൾ അങ്ങനെ ഒരു ലോങ് ഉൾഫ് തുടങ്ങിയതാണ്. അവസാനം നമ്മൾ ഇവിടെ വരെ എത്തി. എന്തൊക്കെ സംഭവിച്ചു. ഇനി റയ്യാനായിട്ടൊരു വീഡിയോ എടുക്കണം. അപ്പം ബൈ ഗൈസ്. ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഈ കോള് കട്ട് ചെയ്ത ഉടനെ ഇങ്ങോട്ട് വന്നു ഗൈസ്. ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. ബൈ.